ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു കഥയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നീതു എന്ന വീട്ടമ്മയുടെയും രാഹുൽ എന്നൊരു പയ്യന്റെയും കഥയാണ് കേട്ടോ. അവരുടെ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഇനി കഥ പറയാൻ പോകുന്നത് നീതുവിന്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് മുഷിപ്പിക്കാതെ കഥയിലേക്ക് പോയാലോ. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് തന്നെ ഗിരിയേട്ടനും മൂടിപ്പതിച്ചാണ് കിടക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ബെഡിൽ നിന്ന് ആ പുതപ്പൊന്ന് മാറ്റി എഴുന്നേറ്റു. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. കഴുകാനിട്ട തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു കൂമ്പാരം കിടക്കുന്നു. ഗിരിയേട്ടൻ്റെ അടുത്ത് ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്തു തരത്തില്ല. അത് തന്നെയാണ് ഗിരിയേട്ടൻ്റെ അവസ്ഥ. ചില സമയത്താണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുത്തതുമില്ല. അതൊക്കെ ആർക്കാണെന്നുണ്ടെങ്കിലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, സഹിക്കാൻ തന്നെ. ആ ഒരു അവസ്ഥ തന്നെയാണ് ഗിരിയേട്ടൻ്റെത്. ഒരു നിമിഷം ആ കിടത്ത കാണുമ്പം ഒന്ന് ചവിട്ടാൻ തോന്നും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എപ്പോഴാണെന്നുണ്ടെങ്കിലും നടി ഒളിഞ്ഞു നടന്ന് ഞാൻ പണിയെടുക്കണം. ആരുമില്ല ഒരു ഹെൽപ്പിന്. എന്തായാലും എൻ്റെ വിധി എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അപ്പം തന്നെ ഗിരിയേട്ടൻ പതിച്ചിരുന്ന ആ പുതപ്പിൻ്റെ ആ തുണ്ട് ഭാഗം എൻ്റെ ആ കാലിൽ ഒന്ന് കുരുങ്ങി. ഞാൻ പെട്ടെന്ന് വീഴുന്ന പോലെ ഒന്ന് ആരാഞ്ഞു. ഗിരിയേട്ടനാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി. മഴ പെയ്ത് കിടക്കല്ലേ, എന്തൊക്കെയാലും ഒരു ചൂട് ചായ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഗിരിയേട്ടനും രണ്ടുപേർക്കും ഉണ്ടാക്കി വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിലൊഴിച്ച് ഞാൻ ടേബിളിൽ വെച്ചിട്ട് ആളെ വിളിക്കാൻ പോയി. ആളെ വിളിക്കുന്ന സമയത്തും ഒരു കോസിലുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും ഒന്ന് തട്ടി നോക്കി, എഴുന്നേക്കുന്നില്ല. ഞാൻ പിന്നെ ആ ഒരു ഗ്ലാസും ചായയും അവിടെ കൊണ്ടുവന്ന് വെച്ചു. തണുത്തിട്ടാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്ന് ആ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ചൂട് ചായ ഊതി ഊതി ഇങ്ങനെ കുടിച്ചു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മഴ വീണ്ടും പെയ്യുന്നുണ്ടായിരുന്നു. ചൂട് ചായയും പിന്നെ മഴയും എനിക്കൊരു കോമ്പിനേഷൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായ സമയത്താണെന്നുണ്ടെങ്കിൽ ഗിരിയേട്ടൻ എഴുന്നേറ്റ് നേരെ ജോലിക്ക് പോകാൻ റെഡിയായി. ഞാൻ ആ സമയം അടുക്കളയിൽ പണി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു. പെട്ടെന്ന് ആ തണുത്ത ചായ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് ചൂടാക്കടി എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? അന്നേരം കിടന്നുറക്കം, അപ്പം ചായയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് ചൂടാക്കി കൊടുത്തു. അങ്ങനെ ചൂട് ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് ആൾ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 ദിവസം ഇങ്ങോട്ട് വരത്തില്ല, കടയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയാതെ ഇങ്ങോട്ട് വരാൻ വഴിയില്ല എന്ന് മാത്രം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആകെ ജംഗ്ഷനിൽ ഒരു സന്ധി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കള്ളുകൂടിയും പാട്ടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിലാണോ നിങ്ങൾ ഒറ്റയ്ക്ക് എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല, അമ്മാവൻ എന്തെങ്കിലും പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങളുടെ അമ്മാവനാണോ അതോ നിങ്ങളാണോ പരിഹാരം ഉണ്ടാക്കേണ്ടത്? നിങ്ങളല്ലേ എന്നെ കെട്ടിയത്, അല്ലാതെ നിങ്ങളുടെ അമ്മാവനല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയാതെ ദേഷ്യത്തോടുള്ള മുഖമായിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയം എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇയാളെന്താ ഇങ്ങനെ, എന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെയാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ഒരു 11 മണി കഴിഞ്ഞപ്പോൾ അമ്മാവൻ വീട്ടിലേക്ക് വരുന്നത്. അന്ന് കല്യാണം നടത്തിയത് ഇയാളായിരുന്നു, ഈ അമ്മാവൻ. അവിടുത്തെ ബ്രോക്കറും കാര്യങ്ങളൊക്കെ അമ്മാവനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും ഒരു കാരണവർ എന്ന രീതിയിൽ അമ്മാവനാണ് എപ്പോഴും വരാറ്. ചില സമയത്ത് നല്ല ഉപകാരം ഉള്ളത് എനിക്ക് തോന്നും, ചില സമയത്താണെന്നുണ്ടെങ്കിൽ മുഷാട്ടൻ. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവക്കാരനാണ് അമ്മാവൻ. വരുന്ന സമയത്ത് തന്നെ ഞാൻ ബഹുമാനത്തോടെ തന്നെയാണ് അമ്മാവൻ്റെ അടുത്ത് നിൽക്കുന്നത്. കാരണം കുടുംബത്തിലെ കാരണവരാണല്ലോ. അങ്ങനെ ഞാനായിട്ട് ഇനിയൊന്നും ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. അപ്പം തന്നെ അമ്മാവൻ അവിടേക്ക് വന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ഷണിച്ചിരുത്തി. പെട്ടെന്ന് അമ്മാവൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു രാഹുൽ. എന്നേക്കാൾ ഏകദേശം 7 വയസ്സിന് ഇളയതാണ് രാഹുൽ. ഞാനിടയ്ക്ക് ഗിരിയേട്ടനുമായിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രാഹുലിനെ ഇങ്ങനെ കാണാറുണ്ട്. ആളാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും മിണ്ടാറില്ല. എന്താണ് ഇപ്പം വന്നത് എന്ന് എനിക്ക് തന്നെ ഡൗട്ടായി. ഏതായാലും അമ്മാവനും രാഹുലിനും ഓരോ കപ്പ് കാപ്പി ഞാൻ കൊടുത്തു. ഇന്ന് അമ്മാവ കുടിക്ക്, ഇപ്പം ചൂട് കാപ്പി ഇപ്പം ഇട്ടതേ ഉള്ളൂ. ആ മോളെ എന്ന് പറഞ്ഞ് അമ്മാവൻ ആ കപ്പ് കാപ്പി മേടിച്ചു. മോൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ആ അമ്മാവ ഇങ്ങനെ പോകുന്നു. അമ്മാവനെ ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ, എന്തെന്ന് വിശേഷിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ അമ്മാവൻ തന്നെ പറഞ്ഞു, അതെന്താടി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാവുള്ളൂ, നിന്നെ കാണാനും കൂടെ ഞാൻ വന്നത് എന്ന് അമ്മാവൻ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മാവൻ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അല്ലാതെ ഇങ്ങോട്ടൊന്നും വരാറില്ല.
അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും അമ്മാവും കൂടെ ഇങ്ങനെ കുശലം പറയുമ്പോൾ രാഹുൽ ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു, എന്തോ കോമഡി കഴിഞ്ഞതുപോലെ. ഞാൻ പെട്ടെന്ന് രാഹുലിന്റെ അടുത്ത് ചോദിച്ചു, രാഹുലിന്റെ പഠിത്തവും പിന്നെ ജോബും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു? ആ ചേച്ചി, ഇപ്പം ഇന്റേൺഷിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ട്രെയിനിങ് കഴിഞ്ഞു, പിന്നെ ഇനി ജോലിക്ക് കയറണം. അതും കൂടെ പറയാനാണ് അമ്മാവനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അമ്മാവനെ നോക്കി. എന്തോ ഒരു പ്രത്യേകിച്ച് കാരണമുണ്ടല്ലോ എന്നായിരുന്നു അമ്മാവന്റെ മുഖത്ത്. അപ്പൊ തന്നെ ഞാൻ അമ്മാവനോട് ചോദിച്ചു, എന്താ അമ്മാവ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, മോളെ ഒരു പ്രത്യേക കാര്യം പറയാനാണ് അമ്മാവൻ വന്നത്. മറ്റൊന്നുമില്ല, കുറച്ച് ദിവസം രാഹുൽ ഇവിടെ ഉണ്ടായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. മഴ പെയ്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റം മൊത്തം കായലായിട്ട് കിടക്കുകയാണ്. അപ്പം ഒരു തോണിയോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ അങ്ങോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവനെ ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവന് ജോലിക്ക് പോയിട്ട് വരാനും പിന്നെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായല്ലോ. പിന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഗിരിയും പറഞ്ഞായിരുന്നു അവനും 2 ദിവസം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. എന്തൊക്കെയായാലും ഇവൻ ഇവിടെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു തീരുമാനം. പിന്നെ മോളായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, അമ്മാവൻ പറഞ്ഞ പിന്നെ എനിക്ക് അഭിപ്രായം വേറെ ഒന്നും ഇല്ലല്ലോ, അമ്മാവനല്ലേ ലാസ്റ്റ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് എന്നിനെ ഞാൻ അമ്മാവൻ്റെ അടുത്ത് ഒരു തമാശ എന്നപോലെ പറഞ്ഞു. അപ്പൊ തന്നെ അമ്മാവൻ പറഞ്ഞു, എന്തൊക്കെയായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മോളൊന്നും എതിര് പറയത്തില്ല എന്ന് എനിക്കറിയാം. ഏതായാലും ഇവനിവിടെ നിന്നോട്ടെ. പിന്നെ ചെക്കനെ ഒന്നും വഷളാക്കണ്ട, അവനിങ്ങനെ കൊഞ്ചാനും കുഴയാനും ഒക്കെ ഇങ്ങനെ വരും. അപ്പൊ തന്നെ എന്തൊക്കെയായാലും ഒന്ന് നുള്ളി വിട്ടേക്കണം. പിന്നെ അവനെ കൊണ്ട് മാക്സിമം ജോലി ചെയ്യിപ്പിക്കണം. ഒരു കുഴിമടിയനാണ്, ജോലിയും കാര്യങ്ങളും ഒന്നും വീട്ടിലും ചെയ്യത്തില്ല. അത് നമുക്കൊരു പ്രശ്നമാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നത്. നീയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എക്സ്പെർട്ട് ആണല്ലോ എന്ന് അമ്മാവൻ തമാശയായിട്ട് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഓവ ഓവ, അമ്മാവൻ്റെ അത്രയും എക്സ്പെർട്ട് ഒന്നും നമ്മളില്ല കേട്ടോ എന്ന് അമ്മാവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. അവിടെയാണെന്നുണ്ടെങ്കിൽ എരുത്തില് പശുവൊക്കെ ഇങ്ങനെ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. എന്തെങ്കിലും കാടിവെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ ചെന്നിട്ട് വേണം ആവണം. പിന്നെ ഇവനുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പുല്ല് പറിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവൻ റെഡിയായിരുന്നു. പക്ഷേ ഇപ്പം മഴ പെയ്ത് കിടക്കല്ലേ, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം അക്കരയിൽ നിന്ന് എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും നിന്ന് പുല്ല് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ഇവനിവിടെ നിൽക്കട്ടെ, നമുക്കൊരു സഹായവും ആവുമല്ലോ. എന്തെങ്കിലും മാക്സിമം ജോലിയും കാര്യങ്ങളും കൊടുക്കാട്ടോ, അമ്മാവൻ പറഞ്ഞതൊന്നും മറക്കണ്ട എന്ന് തന്നെ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അമ്മാവ, എന്നാലേ അമ്മാവൻ ഇറങ്ങിക്കോളൂ. അമ്മാവൻ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ രാഹുലിനെ നോക്കി, ഇവിടെ തന്നെ ഇരിക്കുകയാണോ, വാ അകത്തോട്ട് വാ, കഴിക്കുക എന്തെങ്കിലുമൊക്കെ വേണ്ടേ, വന്നിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ രാഹുലിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ രാഹുലിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെയാണ് ഇഷ്ടവും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, എനിക്ക് കുറച്ച് മധുരമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ പിന്നെന്താ രാഹുലിന് ഇഷ്ടമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, കുറച്ച് പുളിയും എരിവും എല്ലാം ഉണ്ടെങ്കിൽ മീൻകറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തന്നെ അവൻ പറഞ്ഞു. ഏതായാലും ഞാൻ ഉണ്ടാക്കി തരാട്ടോ. പിന്നെ അമ്മാവൻ പറഞ്ഞ കണക്ക് അങ്ങനെ കഠിനമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യണ്ട, പിന്നെ എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണം എന്ന് മാത്രം ഞാൻ ഡിമാൻഡ് ചെയ്തു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും എനിക്കൊരു ഹെൽപ്പറിനെ കിട്ടിയല്ലോ. ഗിരിയേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പണിയും ചെയ്യത്തില്ല. ഇനിയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഗിരിയേട്ടനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പോഴാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ കൊണ്ട് എന്തൊക്കെയായാലും കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാമല്ലോ എന്ന് തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ, ഇത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അയ്യോ ചേച്ചി, ഞാനൊന്നും എടുത്തിട്ടില്ല, അമ്മാവൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അശ്ശേ, ഇതൊക്കെ അമ്മാവൻ പറഞ്ഞു തന്നോ, നിനക്ക് ഇതെല്ലാം കണ്ടു അറിഞ്ഞൊക്കെ എന്ന് ചെയ്തൂടെ എൻ്റെ ചെക്ക എന്ന് ചോദിക്കുമ്പോൾ അവൻ തലഞ്ഞൊറിഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവനും കിരിയേട്ടൻ്റെ ഒക്കെ കണക്ക് തന്നെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ തലച്ചൊറിയാൻ മാത്രം കൊള്ളാവുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇട്ടോളാം. പെട്ടെന്ന് ഞാൻ അവനോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു ചോദിച്ചു, എൻ്റെ ഡ്രസ്സ് എന്താ നിനക്ക് ഇടാൻ പറ്റുമോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഗിരിയേട്ടൻ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് ഇടാമല്ലോ, അത് തന്നെയാണ് ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ നോക്കട്ടെ. ഗിരിയേട്ടൻ്റെ പഴയൊരു കാവ്യമുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേ നിനക്ക് പരിചയത്തുള്ളൂ എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ട്രൗസറും കാര്യങ്ങളുണ്ട്, അതിട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും കൊണ്ട് നിൽക്കാൻ പറ്റും. ഗിരിയേട്ടൻ നല്ല സൈസാണല്ലോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, മുണ്ടെന്തെങ്കിലും മതി ചേച്ചി, അതാകുമ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമല്ലോ
എന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിർത്തി. ഞാൻ ആ സമയം അവൻ്റെ അടുത്തുനിന്ന് പുഞ്ചിരിച്ചു. ശേഷം ഞാൻ അലമാരയിലെല്ലാം തപ്പി നോക്കി. ഗിരിയേട്ടൻ്റെ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെക്കൻ എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ആകെ ഒരു കാവ്യമുണ്ടുണ്ട്, ചെറിയൊരു ഷർട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഗിരിയേട്ടൻ സൈസ് ആവുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഷർട്ടാണ്, ഇപ്പോൾ ഇടാറില്ല. ഏതായാലും ഉപകാരപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പുറത്തേക്കെടുത്തു. അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായത് കൊണ്ട് തന്നെ ചെക്കന് ഭാഗ്യമുണ്ട്. ആ എടാ നീ ഇങ്ങ് വന്നേ, ഇത് ഞാൻ ഇട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ എടുത്തു കൊടുത്തു. അപ്പം അവനത് സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം അവൻ അവിടെ നിന്നിട്ട് എന്നെ അത് ഇട്ട് നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ദേ അതാണ് നിന്റെ റൂം, അവിടെ പോയിട്ട് ഇട്ട് നന്നായിട്ട് നോക്ക്, അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ, നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, വേണ്ട ചേച്ചി, ഞാൻ എന്തൊക്കെയാലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയി നേരെ മുറിയിലേക്ക്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനി അടുക്കളയിലേക്ക് കയറണം, അവന് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി അമ്മാവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അവനെ ഞാൻ പട്ടിണി കിട്ടുമെന്ന് അവൻ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ അമ്മാവൻ ചിലപ്പം എന്നെ ചീത്ത പറയായിരിക്കും. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയി. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പുളിയും എരിവും ഒക്കെ ഒന്ന് ചേർത്തിട്ട്. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അവിടേക്ക് വന്നു. ചേച്ചി എങ്ങനെയുണ്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട്? ഞാൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ടല്ലോ, ആഹാ ഇപ്പം കുട്ടപ്പനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോ ചേച്ചി കളിയാക്കാതെ എന്ന് പറയുമ്പോൾ ഞാൻ അവനെ അടുത്ത് പറഞ്ഞു, നീ ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തതാ, ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചേ, ഞാൻ നോക്കട്ടെ നിന്റെ ആ ഒരു ശുഷ്കാന്തിയും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് പ്രത്യേകം നിന്നോട് മാക്സിമം ജോലി ചെയ്യിക്കാൻ. ഏതായാലും നീ മാക്സിമം ഒന്നും ചെയ്യണ്ട, ഇത് മാത്രം എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി. അതിനെന്താ ചേച്ചി, ഞാൻ തന്നെ ചെയ്തു തരാലോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിനക്കിനി ജോലിക്കൊന്നും പോകണ്ടേ എന്ന് ചോദിക്കണം. ചേച്ചി എനിക്ക് പോയിട്ട് ഇഷ്ടമൊന്നുമല്ല അവിടെ പോയി നിൽക്കുന്നത്, പിന്നെ ഈ അമ്മാവൻ്റെ നിർബന്ധത്തിലാണ് ഞാനും പിന്നെ അങ്ങനെ പോകുന്നത്, നമുക്ക് അത് കളയാൻ പറ്റില്ലല്ലോ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ മാക്സിമം ഞാൻ ലീവായിരിക്കും, അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഇഷ്ടം. ചേച്ചി എന്തൊക്കെയാലും എനിക്ക് കൂടെ ഇങ്ങനെ നിന്നാൽ മതി, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കുളവാക്കരുത്. ഞാനിവിടെ നിൽക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിക്ക് പോകാത്ത കാര്യങ്ങളോ ആരോടും പറയരുത്. അതാണ് ചേച്ചി ഞാൻ അവിടെ വിളിക്കുക. പിന്നെ ചേച്ചിക്ക് മാക്സിമം ജോലിയും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തുതരാം. പിന്നെ ഞാൻ വേറൊരു ജോലി കണ്ടുപിടിക്കുന്നവരെ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഊഹിച്ചിട്ട് പറഞ്ഞു, വേറൊരു ജോലി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്ത് തരാം, നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി കണ്ടുപിടിക്കുന്നത് നിൻ്റെ ഇഷ്ടമാണ്, പിന്നെ ആ സമയം വരെ നിനക്ക് നിൽക്കുകയും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ മാക്സിമം നീ ജോലിക്ക് പോകണം, ജോലിക്ക് പോകാതെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഞാനൊക്കെ അങ്ങനെ ഇരുന്ന് ശീലിച്ചു പോയി. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ജോലിക്ക് പോകാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്നെ ഇവിടെ നിന്ന് ആരും വിട്ടില്ല. പിന്നെ നിൻ്റെ അമ്മാവനും എന്നെ ഇവിടെ പിടിച്ച് തടങ്കൽ ഇടുന്ന പോലെ ആയിരുന്നു, അതായിരുന്നു എൻ്റെ അവസ്ഥ. അത് നിനക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ ആ ഒരു ദയനീയ ഭാവത്തോടെ എന്നെ നോക്കി. ചേച്ചിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയി ചേച്ചി, ഇവിടെ ആരും ചേച്ചിയെ പിടിച്ചു നിർത്താനൊന്നും കാണില്ല, ചേച്ചി തന്നെ ചേച്ചിയുടെ ജോലിയും കാര്യങ്ങളൊക്കെ പോകണം എന്ന് തന്നെ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊന്നും നടക്കില്ല മോനെ, ഞാൻ എന്തൊക്കെയാലും നിനക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി തരാം, പിന്നെ നീ എന്തെങ്കിലും ജോലി ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് 1000 രൂപ ചെന്നാൽ മതി, അതുപോലെ. അപ്പം അവൻ ഡബിൾ ഹാപ്പി. എന്തൊക്കെയാലും ചേച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാം. ഏതായാലും ഒരു കാര്യം ചെയ്യ്, നീ പോയി കുളിച്ച് റെഡിയായി വാ, പിന്നെ ഈ ഷർട്ടും കാര്യങ്ങളും എടുത്തിട്ടോ, പിന്നെ നിനക്ക് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെക്കാം എന്ന് മാത്രം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി, ഞാൻ പറഞ്ഞ ടേസ്റ്റും കാര്യങ്ങളും ചേച്ചി മറക്കണ്ട, അത് നന്നായിട്ട് വേണം എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. കുറച്ച് എരിവ് കൂട്ടിയല്ലേ, അത് സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചിരിയുടെ അടുക്കളയിലേക്ക് പോയി. അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോർത്തും കാര്യങ്ങളൊക്കെ എടുത്ത് കുളിക്കാനായിട്ടും പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ആളുടെ നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ചിരിച്ചു പോയത്. പെട്ടെന്ന് ഒരു പാവം ചിക്കൻ്റെ കണക്ക് അതെനിക്ക് ഫീൽ ചെയ്തു ആളുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ. അപ്പോൾ തന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നീ ഇത്ര പാവമാവരുതെന്ന്. ഗിരിയേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശൗര്യം കാണിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ തന്നെ ആള് ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പാവം കാണിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇങ്ങനെ പാവത്താനാണല്ലോ എന്ന്. അങ്ങനെ ആള് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇനി പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നട്ടോ എന്ന് പറയുമ്പോൾ അവനിങ്ങനെ ഓരോന്നും അരിയാൻ തുടങ്ങി. ആള് പെട്ടെന്നാണ് എല്ലാം അരിയുന്നത്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഹോട്ടൽ വല്ലതും നിന്നിട്ടുണ്ടോ
ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നെല്ലാം ചെയ്യാനായിട്ട് അവൻ തന്നെ പറഞ്ഞു, ഞാൻ ആ വീട്ടിലെ അമ്മയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന്. കുഴപ്പമില്ല, നന്നായിട്ടെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഉം, നീ ഒരു പെർഫെക്റ്റ് കുക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഈ മാറത്തന്നോ ഈ അടുക്കളയിൽ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചീനെ മതി, ചേച്ചീനെ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, എനിക്കതാ ഇഷ്ടം. അപ്പം നീ അങ്ങനെ പതപ്പിക്കൊന്നും വേണ്ട, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ ഗിരിയേട്ടൻ്റെയും ചേച്ചിയുടെയും? പെട്ടെന്ന് ഞാൻ ഒന്നും മിണ്ടില്ല. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ചേച്ചിക്ക് വിഷമമായോ ഞാനങ്ങനെ ചോദിച്ചത്? ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല ചോദിക്കുന്നൊന്നും. ചേച്ചി അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നിയില്ല, കുറച്ച് ഓപ്പൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ലവ് മാരേജ് ആണെന്ന്? നിന്റെ അമ്മാവൻ കൊണ്ടുവന്ന ആലോചനയാണിത്. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുറച്ച് എതിർത്തുന്നെങ്കിലും പിന്നെ വീട്ടിൽ പിടിച്ച് കെട്ടിച്ചു. അതായിരുന്നു അവസ്ഥ. എനിക്ക് അങ്ങനെ ഒരാളെ അല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. പെട്ടെന്ന് അവൻ ഒരു അതിശയത്തോടെ എന്നെ ചോദിച്ചു, ഗിരിയേട്ടൻ എന്താ കൊള്ളില്ലേ? ഗിരിയേട്ടൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നത് ഭേദം. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അത് മാത്രമേ ഉള്ളൂ എൻ്റെ മോനെ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ലൈഫിൽ അടിപൊളിയായിരിക്കും, നിങ്ങളെ കണ്ട് ആ ഒരു കല്യാണമൊക്കെ കഴിക്കണം, എങ്ങനെയൊക്കെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. ഇപ്പം ചേച്ചി പറയുമ്പോഴാണ് ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നീ ഇനി ജീവിതം ഉണ്ടെങ്കിൽ കല്യാണമേ കഴിക്കരുത്, ചേച്ചിക്ക് അതേ പറയാനുള്ളൂ. ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണ് ഒരുപക്ഷെ നല്ലത്. പിന്നെ കല്യാണം കഴിച്ചാൽ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആയിരിക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാൾ. പിന്നെ നമ്മളെ തനിച്ചാക്കി പോകുന്ന ഒരാളടുത്ത് നമ്മൾ തന്നെ നിൽക്കാൻ തോന്നത്തില്ലല്ലോ. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. നിനക്കതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, ചേച്ചി പറഞ്ഞത് ശരിയാ, ചിലപ്പോൾ ചില ആളുകളെ നമുക്ക് പിടിക്കത്തില്ല ചേച്ചി, നമ്മൾ അത് എത്ര ശ്രമിച്ചു നോക്കി കഴിഞ്ഞാലും അത് ചിലപ്പം ശരിയായെന്ന് വരത്തില്ല, അത് ഈ പ്രകൃതി നിയമമാണ് എന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ അതെ. അങ്ങനെ പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് തന്നെ ചെക്കനെല്ലാം പെട്ടെന്ന് ചെയ്തു തന്നു. ഇത്ര പെട്ടെന്ന് എനിക്ക് പോലും ചെയ്യാൻ കഴിയില്ലല്ലോ, നീ ഭയങ്കര ഫാസ്റ്റ് തന്നെയാണോ എന്ന് പറയുമ്പോൾ അവനൊന്ന് പൊങ്ങിപ്പോയത് കണക്കിനെ. അപ്പോൾ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ഞാൻ എന്തായാലും നല്ല ഫാസ്റ്റായിട്ടാണ് ചേച്ചി ചെയ്യുന്നത്, അപ്പോൾ തുണി കഴുകലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്തു തീർക്കാൻ ഞാൻ നോക്കും, അത് എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവൻ പറയുന്ന സമയത്ത്, നിന്നെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എൻ്റെ കുട്ട, ഇത്രയും കാലമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. ഏതായാലും നീ വന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ഞാനൊന്ന് തട്ടി. അല്ല, ഈ അമ്മാവൻ പിന്നെ എന്തിനാ നിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, നീ ഒരു പണിയും ചെയ്തില്ല, ഞാൻ അവനെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്? ശരിക്കും എനിക്ക് തോന്നുന്നു അമ്മാവനെങ്ങും ഒരു പണിയും ചെയ്തില്ല, എനിക്ക് തോന്നുന്നു നീയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ ചിരിച്ചുകൊണ്ടത് പറയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, അതങ്ങനെ ചേച്ചി, നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും ചിലർക്ക് അത് പിടിക്കത്തില്ല, നമ്മുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്. അങ്ങനെയൊക്കെ തന്നെടാ ഓരോ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഏതായാലും നീ കഴിക്കാനിരിക്കെ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം, നിനക്ക് ഇഷ്ടപ്പെട്ട എരിവും പുളിയും ചേർത്ത കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ എന്തായാലും എടുത്ത് ഞാൻ അത് വിളമ്പിത്തരാം, നീ അവിടെ വിട്ടിരുന്നോ എന്ന് പറയുമ്പോൾ അവനങ്ങ് അവിടേക്ക് നടന്നു. അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് രാത്രിയിലൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ, ചപ്പാത്തി മതിയോ അതോ ചോറാണോ കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട്, പിന്നെ ചപ്പാത്തിയും പയറുകറിയോ അങ്ങനെ എന്തെങ്കിലും മതി, അതാണ് പ്രോട്ടീനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. നീ കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, ചേച്ചി കുറച്ചൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അങ്ങനെ സ്ഥിരമല്ല എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ഗിരീടൻ എനിക്ക് പോലും ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചു തരില്ല, ഇവിടെ അതിനുള്ള കാശൊന്നും ഇല്ലടാ, പിന്നെ നിനക്കുള്ള ആ ഒരു ചപ്പാത്തിയും പയറുകറിയെല്ലാം ഞാൻ റെഡിയാക്കി തരാം എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും എനിക്ക് കുഴപ്പമില്ല ചേച്ചി, ചേച്ചി കൊണ്ടുവരുന്ന എന്ത് ഫുഡാണെങ്കിലും ഞാൻ കഴിച്ചോളാം. അങ്ങനെ അവന് ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ മടുക്കാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ആർക്കും ഇഷ്ടപ്പെടുന്ന പോലെ. ചില സമയത്ത് ആമ്പിളാരിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടിരിക്കാൻ, അതുപോലെയായിരുന്നു രാഹുൽ. അപ്പം തന്നെ ഞാനിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, നീ ഒരുപാട് സംസാരപ്രിയനാണല്ലേ, ഒരു രസമുണ്ട് കേട്ടിരിക്കാനൊക്കെ, ഏതായാലും നീ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കളയണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ നിന്റെ ലൈഫ്, അത് നല്ല നല്ല ഒരു രസമുണ്ട് കേട്ടിരിക്കാനൊക്കെ. അപ്പം തന്നെ അവൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ് ചേച്ചി, ഇങ്ങനെ തന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്നുള്ളൂ.
ആ, എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്തുനിന്ന് പാത്രം എടുത്ത് വാങ്ങിച്ചിട്ട് എഴുന്നേറ്റു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥ എന്താണെങ്കിലും അതിൻ്റെ അഭിപ്രായം പറയണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമൻറ്റ്സിൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളൂ. അതുവരെയും ബൈ ബൈ, കാണാം.